Hello everyone, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ക്ലാസ് 3 മലയാളം എക്സാം ആയിരുന്നു എന്ന്. ഈസി ആയിരുന്നില്ല എക്സാം? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് നോക്കാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു. കരച്ചിൽ കേട്ടാണ് റിയ ഉണർന്നത്. മുറ്റത്ത് തണുത്തു വിറച്ചൊരു നായ്ക്കുട്ടി. ഓമനത്തമുള്ള ആ മുഖം കണ്ട് അവൾക്ക് അലിവ് തോന്നി. അതിനെ വാരിയെടുത്തവൾ അകത്തേക്ക് നടന്നു. വിശന്നൊട്ടിയ വയറ് നിറയെ പാൽ കൊടുത്തു. ചെറിയ സമയത്തിനുള്ളിൽ അവർ കൂട്ടുകാരായി. തെരുവിലേക്ക് തിരിച്ചുവിടാൻ അച്ഛൻ നിർബന്ധിച്ചിട്ടും അവൾ തയ്യാറായില്ല. മിന്നുപൂച്ചയ്ക്കും കിങ്ങിണിക്കോഴിക്കും ചിന്നു താറാവിനും ഒപ്പം അവൾ അവനെയും ചേർത്ത് പിടിച്ചു. അവനൊരു പേരിട്ടു, കിട്ടു. സ്കൂൾ വിട്ട് റിയ വന്നാൽ വീട്ടിൽ ഉത്സവമാണ്. അവരുടെ സന്തോഷം അച്ഛനും ആസ്വദിക്കാൻ തുടങ്ങി. ഒരു സായാഹ്നത്തിൽ ഗേറ്റിലേക്ക് നോക്കി കിട്ടു അസാധാരണമായി കുരച്ചു. പുറത്തൊരു തെരുവ് നായ കിട്ടുവിനെ നോക്കി നിൽക്കുന്നു. അച്ഛൻ അതിനെ ആട്ടി ഓടിച്ചു. അന്ന് കിട്ടു ആഹാരം കഴിച്ചതേയില്ല. കളിയും ബഹളവുമില്ല. വീടുറങ്ങി. കിട്ടു ആകെ ക്ഷീണിച്ചു. അവനെ സന്തോഷിപ്പിക്കാൻ അവരാൽ കഴിയുന്നതെല്ലാം ചെയ്തു. പക്ഷെ അവൻ ഗേറ്റിലേക്ക് നോക്കി ഒരേ കിടപ്പു തന്നെ. ഗേറ്റിൽ വീണ്ടും തെരുവ് നായ എത്തി. കിട്ടു കുരച്ചുകൊണ്ട് പുറത്തു കടക്കാൻ ശ്രമിച്ചു. കണ്ടു നിന്ന് അച്ഛൻ ഗേറ്റ് തുറന്നു. വാലാട്ടി കുരച്ചുകൊണ്ട് കിട്ടു പുറത്തേക്ക് പാഞ്ഞു. ആ ഓട്ടത്തിനിടയിൽ അവന്റെ കണ്ണുകൾ തിളങ്ങി. അവർ വാലാട്ടി മുഖം ചേർത്ത് പരസ്പരം സ്നേഹം പങ്കിട്ടു. കിട്ടു അമ്മിഞ്ഞ പാല് കുടിക്കുന്നത് കണ്ട് റിയ തിരികെ നടന്നു. അച്ഛൻ പറഞ്ഞു, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. കഥ വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ആരാണ് മുറ്റത്ത് തണുത്തു വിറച്ചു നിന്നത്? ആരാണ്? നായ്ക്കുട്ടി. വൈകുന്നേരം എന്ന പദത്തിനു പകരം പ്രയോഗിച്ച വാക്ക് ഏത്? സായാഹ്നം. ഓട്ടത്തിനിടയിൽ അവന്റെ കണ്ണുകൾ തിളങ്ങി. അടിവരയിട്ടിരിക്കുന്ന പദക്കൂട്ട് പ്രകടമാക്കുന്ന ഭാവം ഏത്? സന്തോഷം. സ്കൂൾ വിട്ട് റിയ വന്നാൽ വീട്ടിൽ ഉത്സവമാണ്. ഈ വാക്യത്തിന്റെ ആശയമായി വരുന്നത് ഏത്? വീട്ടിൽ സന്തോഷമാണ്. അടുത്തത് നോക്കാം. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ഈ ചൊല്ലിന്റെ ആശയമായി വരുന്ന വാക്യം ഏത്? ഓപ്ഷൻ സി. സ്വന്തമായതിനോട് പ്രത്യേക സ്നേഹമുണ്ട്. പ്രവർത്തനം 2ലേക്ക് പോകാം. കണ്ടെത്താം എഴുതാം. കടങ്കഥയ്ക്ക് ഉത്തരം എഴുതൂ. കാലുണ്ട് കൈയില്ല, കണ്ണുണ്ട് പല്ലില്ല, കൊക്കുണ്ട് കൊമ്പില്ല, പൂവുണ്ട് കായില്ല. ഉത്തരം എന്താ? കോഴി. പൂവൻ കോഴി. ഓക്കെ, കോഴിയാണ് ഉത്തരം. അതിന്റെ ബി ചോദ്യം, ഏതെങ്കിലും ഒരു പക്ഷി ഉത്തരമായി വരുന്ന കടങ്കഥ തയ്യാറാക്കൂ. ടീച്ചറോട് ഒരു കടങ്കഥ പറയുന്നേ ഉള്ളോ. പച്ച കുപ്പായമിടും, ചുവന്ന മാലയിടും, കൊച്ചു വർത്തമാനം പറയും, ഞാൻ ആര്?
പച്ചക്കുപ്പായമുള്ളത് ആർക്കാ? ചുവന്ന മാലയുള്ളത് ആർക്കാ? സംസാരിക്കുന്ന പക്ഷി ഏതാ? അതെ, പച്ചക്കുപ്പായമിടും, ചുവന്ന മാലയിടും, കൊച്ചു വർത്തമാനം പറയും, ഞാനാര്? തത്ത. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാട്ടോ. കളിക്കാൻ ആരും വരാതിരുന്നപ്പോൾ റിയയ്ക്ക് വിഷമമായി. അച്ഛൻ അവൾക്കൊരു കിളിക്കൂട് സമ്മാനിച്ചു. കിളിക്കൂടുമായി അവൾ മെല്ലെ മെല്ലെ നടന്നു. അടിവരയിട്ട പദക്കൂട്ട് ചേർത്തൊരു വാക്യം നിർമ്മിക്കൂ. മെല്ലെ മെല്ലെ വരുന്ന ഒരു വാക്യം എഴുതൂ. നമുക്ക് എന്തെഴുതാം? ആമ മെല്ലെ മെല്ലെ നടന്നു നീങ്ങി, അല്ലെങ്കിൽ ഇഴഞ്ഞു നീങ്ങി. ഓക്കെ, എങ്ങനെ എഴുതിക്കൂടെ? എഴുതാം. ഓരോരുത്തരും അവരുടെ ആശയത്തിനനുസരിച്ച് ഉത്തരം എഴുതിയിട്ടുണ്ടാവും. ഡി ക്വസ്റ്റ്യൻ. റിയയ്ക്ക് ഇഷ്ടപ്പെട്ട പക്ഷികളുടെ പേരാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അവയെ അക്ഷരമാല ക്രമത്തിൽ എഴുതൂ. അപ്പൊ ആദ്യം വരുന്നത് ഏതാണ്? ആദ്യത്തേത് കുയിൽ. രണ്ടാമത്തേത് ഏതാണ്? തത്ത. ആദ്യം എഴുതേണ്ടത് കുയിലാണ്, രണ്ടാമത് എഴുതേണ്ടത് തത്തയാണ്, മൂന്നാമത് എഴുതേണ്ടത് ആരാ? താറാവ്. നാലാമത് എഴുതേണ്ടത് ആരാ? മൈന. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? കുയിൽ, തത്ത, താറാവ്, മൈന. മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. മൂന്നാമത്തെ പ്രവർത്തനം കവിത മാറ്റി എഴുതാം. കാവ്യോത്സവത്തിന് റിയെ സ്കൂളിൽ ചൊല്ലിയ കവിതയാണ് ചുവടെയുള്ളത്. അടിവരയിട്ടിരിക്കുന്ന പദത്തിന് പകരം ബ്രാക്കറ്റിൽ നിന്ന് സമാനമായ പദങ്ങൾ തിരഞ്ഞെടുത്ത് താളക്രമം പാലിച്ച് കവിത മാറ്റി എഴുതൂ. വൃക്ഷത്തണലിൽ പുഞ്ചിരി തൂകും. പുഞ്ചിരിക്ക് പകരം എന്താ ഇവിടെ വാക്ക്? മന്ദഹാസം. പുഞ്ചിരിക്ക് പകരം എന്ത് വാക്കാണ്? മന്ദഹാസം. മന്ദഹാസം തൂകും കുഞ്ഞിപ്പൂമ്പാറ്റെ. വിശ്വം. വിശ്വം എന്ന് പറഞ്ഞാൽ എന്താ? ലോകം. വിശ്വം എന്ന സ്ഥലത്ത് എന്തെഴുതാം? ലോകം. ലോകം നിറയെ സ്നേഹം വിതറി പാറി നടക്കാമോ? അർക്കൻ മായും നേരം നോക്കി. അർക്കൻ എന്ന് പറഞ്ഞാൽ ആരാ? സൂര്യൻ. ആരാ? സൂര്യൻ. അപ്പൊ അർക്കന്റെ സ്ഥലത്ത് എന്തെഴുതണം? സൂര്യൻ. കരം പിടിച്ചിടാം. കരം എന്നതിന് പകരം ഏത് വാക്കാണ്? കൈ. കരം എന്നതിന് പകരമുള്ള വാക്ക് ഏതാ? കൈ. കണ്ണുകൾ നിറയെ കാഴ്ചകൾ കാട്ടി. കണ്ണുകൾ. മിഴികൾ. കണ്ണുകൾ എന്ന സ്ഥലത്ത് എന്തെഴുതാം? മിഴികൾ. മിഴികൾ നിറയെ കാഴ്ചകൾ കാട്ടി. മനം നിറയ്ക്കാമോ? മനം എന്നതിന് പകരം എന്തെഴുതാം? മനസ്സ്. മനം എന്നതിന് പകരം എന്തെഴുതാം? മനസ്സ്. ഇങ്ങനെ ഈ അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾക്ക് പകരം ഈ കോളത്തിൽ നിന്നും ഉത്തരം കറക്റ്റ് ആൻസർ അതാത് അർത്ഥം വരുന്ന വാക്ക് കണ്ടെത്തി എഴുതുക. വൃക്ഷത്തണലിൽ മന്ദഹാസം തൂകും കുഞ്ഞിപ്പൂമ്പാറ്റെ. ലോകം നിറയെ സ്നേഹം വിതറി പാറി നടക്കാമോ? സൂര്യന്മായും നേരം നോക്കി കൈ പിടിച്ചിടാം. മിഴികൾ നിറയെ കാഴ്ചകൾ കാട്ടി മനസ്സ് നിറയ്ക്കാമോ? ഓക്കെ, അപ്പോൾ അർത്ഥം കണ്ടെത്തി ഈ വാക്കുകൾക്ക് പകരം എഴുതുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ പ്രവർത്തനം. കുഞ്ഞിപ്പൂമ്പാറ്റ എന്ന പദക്കൂട്ട് ശരിയായി പിരിച്ചെഴുതൂ. കുഞ്ഞിപ്പൂമ്പാറ്റ എങ്ങനെ എഴുതാം? കുഞ്ഞി പൂമ്പാറ്റ. ഒരു പാ മതി കേട്ടോ. കുഞ്ഞി പ്ലസ് പൂമ്പാറ്റ, ഒരു പാ മതി. മനം നിറയ്ക്കുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് എന്ത്? സന്തോഷത്താൽ നിറയുക അല്ലെങ്കിൽ തൃപ്തിയാവുക. ഇതൊക്കെയാണ് മനം നിറയ്ക്കുക എന്ന പദത്തിന്റെ അർത്ഥം. 4A അല്ലെങ്കിൽ 4B എഴുതിയാൽ മതി. അറിയിപ്പ് തയ്യാറാക്കാം. റിയയുടെ സ്കൂളിൽ പഠനോത്സവം വരികയാണ്. എല്ലാ കുട്ടികളും അവരുടെ മികവുകൾ അവതരിപ്പിക്കുന്നുണ്ട്. പഠനോത്സവം കാണാൻ രക്ഷിതാക്കളെ ക്ഷണിച്ചുകൊണ്ട് ഒരു അറിയിപ്പ് തയ്യാറാക്കൂ. എങ്ങനെ തയ്യാറാക്കാം? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ സ്കൂളിൽ ആദ്യം അറിയിപ്പെന്ന് മുകളിൽ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കോമ കൊടുത്ത് താഴെ എന്തെഴുതാം? നമ്മുടെ സ്കൂളിൽ ഈ വർഷത്തെ പഠനോത്സവം വരികയാണ്. കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാ രക്ഷിതാക്കളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്ഥലം, തീയതി, സമയം ഇതൊക്കെ കൊടുത്ത് എഴുതാം. 4B എന്താ? 4A അല്ലെങ്കിൽ 4B എഴുതിയാൽ മതി കേട്ടോ. പഠനോത്സവം ദിവസം ശുചിത്വവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പ്രദർശിപ്പിക്കാൻ കുട്ടികൾ പോസ്റ്ററുകൾ തയ്യാറാക്കി. ശുചിത്വവുമായി ബന്ധപ്പെട്ട് നിങ്ങളും ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. അപ്പോൾ ഇതിന്റെ നിങ്ങൾക്ക് അറിയാം, ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാക്യങ്ങൾ എഴുതേണ്ട വാക്യങ്ങൾ ടീച്ചർ തന്നു. പിക്ചർ വരയ്ക്കുക, ഒരു എന്താ എഴുതുക, ഒരു വാക്യം എഴുതുക, അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു 4B ക്വസ്റ്റ്യൻ. 5A 5B ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 5A എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചിത്രം കണ്ടോ? എന്താണിത്? പാർക്ക് അല്ലെങ്കിൽ കളിസ്ഥലം. വിവരണം എഴുതുക. എന്തൊക്കെ എഴുതാം? 5A വിവരണം തയ്യാറാക്കാം. ചിത്രത്തെ അടിസ്ഥാനമാക്കി വിവരണം തയ്യാറാക്കൂ എന്നാണ്.
എന്തൊക്കെ എഴുതാം? ചിത്രത്തിൽ ഒരു പാർക്കിന്റെ മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. കുട്ടികൾ പലതരം കളികൾ കളിക്കുന്നു. കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു, ചിലർ ഊഞ്ഞാലാടുന്നു, ചിലർ സീസ കളിക്കുന്നു, ചിലർ സ്ലൈഡിൽ കളിക്കുന്നു. അതൊക്കെ എഴുതാം. എന്നിട്ട് എന്തെഴുതാം? പാർക്കിൽ വലിയൊരു മരമുണ്ട്, മരത്തിൽ കിളികൾ ഇരിപ്പുണ്ട്, മുതിർന്നവർ ബെഞ്ചിലിരുന്ന് വിശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? വീൽ ചെയറിൽ ഒരു കുട്ടി പോകുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇതൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് വിവരണം തയ്യാറാക്കാം. കളി അനുഭവ വിവരണം. നിങ്ങൾക്ക് കളികൾ ഇഷ്ടമാണല്ലോ, ഏതെങ്കിലും ഒരു കളി അനുഭവം എഴുതൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളി അനുഭവം എഴുതാനായിരുന്നു 5B. ഇതിൽ 5A അല്ലെങ്കിൽ 5B എഴുതിയാൽ മതി. എക്സാം ഈസി ആയിരുന്നല്ലോ എല്ലാവർക്കും? യെസ്. ഓക്കെ, അപ്പോൾ ഇനി ആ വെക്കേഷൻ ആണ്. എല്ലാവരും ഒരു കാര്യം ഓർമ്മിക്കുക, കിഡ്സ് ഏരിയ ഓൺലൈൻ ആനുവൽ സ്കോളർ എക്സാം നടത്തുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കുക കേട്ടോ, പ്രൈസ് മേടിക്കുക. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.